അൺമാസ്കിംഗ് അനോമലീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ്. ഷാനു പതിവ് പോലെ നമ്മൾ രവിചന്ദ്രൻ്റെ ഒരു വീഡിയോ റിയാക്ട് ചെയ്യുന്നത് മലർമ ഹോർത്തൂസിൽ അദ്ദേഹം പറഞ്ഞൊരു വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കാരണം അദ്ദേഹത്തിന് വേണ്ടത്ര പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല. ആസ് യൂഷ്വൽ മണ്ടത്തരങ്ങൾ. അപ്പോൾ ആ ഒരു ക്ലിപ്പ് അതിൽ അദ്ദേഹം പറയുന്നത് സയൻസ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, മതം ഒരിക്കലും അപ്ഡേറ്റ് ആവുന്നില്ല, അതൊരു ഭയങ്കര പ്രശ്നമാണ്, അതുകൊണ്ട് മതം ഭയങ്കര താഴെയാണ്, സയൻസ് ആണ് മുകളിൽ എന്നുള്ള നിലക്കാണ് പറയുന്നത്. ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു ഫൈനൽ ആൻസർ അല്ല എന്ന് പറയും. കാരണം അതിപ്പോഴും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം വരെ നമ്മൾ 9 ഗ്രഹങ്ങളുണ്ടെന്ന് പറയുന്നു, പിന്നെ പറയുന്നു 9 ഇല്ല, ഡയബറ്റിക് പേഷ്യൻ ഇത് കഴിക്കാമെന്ന് പറയുന്നു, പിന്നെ പറയുന്നത് അത് പാടില്ല, പണ്ട് പറയുന്നു ഇളമയിൽ കൊള്ളുന്നതാണ് നല്ലതെന്ന് പറയുന്നു, ഇപ്പോൾ പറയുന്നത് 10 മുതൽ 4 വരെ കൊള്ളുന്ന വെയിലാണ് വൈറ്റമിൻ ഡി ഉണ്ടാക്കുന്നത്. അപ്പം എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ വിശ്വാസം എന്ന് പറയുന്ന ഒരു എലമെന്റിൽ ഉറപ്പിച്ച് നിർത്തുന്നത്? ഇല്ലെങ്കിൽ എങ്ങനെ ഞാൻ അതിനെ വിശ്വസിക്കും? നിങ്ങൾ എങ്ങനെ അതിനെ ഒരു പ്രത്യേക പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിരിക്കുന്ന ഒരു കാര്യത്തെ യുക്തി കൊണ്ട് എങ്ങനെ ഡിഫെൻഡ് ചെയ്യും? ഇത് തന്നെ ആക്ച്വലി ഇതൊരു മതയുക്തിയാണ് താങ്കൾ അവതരിപ്പിച്ചത്. ഒന്ന് ഈ സയൻസിൽ ഇപ്പൊ തന്നെ ഉദാഹരണമായിട്ട് പറഞ്ഞു 9 ഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പൊ 8 ഉള്ളൂ. ആക്ച്വലി 9 ഗ്രഹങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. ഈ പ്ലൂട്ടോ ഒരു ഗ്രഹമാണോ എന്നുള്ളത് നിർവചനപരമായാണ് അതിനെ പുറത്താക്കുന്നത്. ഇപ്പോൾ CPIയും ദേശീയ പാർട്ടികളായിരിക്കുന്നു, 2 വർഷം കഴിഞ്ഞിട്ട് അവരെ പുറത്താക്കുന്നു. അപ്പോൾ ദേശീയ പാർട്ടികൾ എണ്ണം കുറയുന്നു, പക്ഷേ CPIM അവിടെ ഇല്ലേ? അപ്പം ഇത് താങ്കൾ പറയുന്ന കേൾക്കും തോന്നും ഗ്രഹമാണെന്ന് കരുതി അപ്പോൾ ഒരു തെറ്റ് വന്നു, അപ്പോൾ ശാസ്ത്രത്തിന് ന്യൂനതയാണ്, ഒരു ബലഹീനതയാണെന്നുള്ള ഒരു പ്രതീതി അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അത് ശരിയല്ല. ഞാൻ മോളിക്കൂൾ ആദ്യം നമ്മൾ കണ്ടെത്തുന്നു, തന്മാത്രകൾ, അതിനുശേഷം ആറ്റങ്ങൾ കണ്ടെത്തുന്നു, അതിനുശേഷം സബറ്റോമിക് പാർട്ടിക്കിൾസ്, പിന്നെ അത് കഴിഞ്ഞ് കോർക്കുകളിലേക്ക് പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ആറ്റങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ മോളിക്കൂളുകളുടെ കണ്ടുപിടുത്തം തെറ്റുന്നില്ല, സബറ്റോമിക് പാർട്ടികൾ കണ്ടുപിടിക്കുമ്പോൾ ആറ്റത്തിന്റെ കണ്ടുപിടുത്തം തെറ്റുന്നില്ല, കോർക്കുകൾ കണ്ടുപിടിക്കുമ്പോൾ സബറ്റോമിക് പാർട്ടികളും തെറ്റാണെന്ന് വരുന്നില്ല. ഇത് അനുസൃതമായ ഒരു മുന്നേറ്റമാണ് ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ താങ്കൾ ഡയബറ്റീസിന്റെ കാര്യം പറഞ്ഞു, അതിന്റെ ലിമിറ്റ്, ആ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവിൽ ഇവോൾവ് ചെയ്യുന്ന ഒരു സമൂഹത്തിൽ പ്രധാനമായിട്ട് 90-120 ആണ്. ചിലപ്പോൾ മാറ്റിന്നിരിക്കും, 80-120 ആക്കാം, അല്ലെ 130 ആക്കാം. അത് ശാസ്ത്രത്തിന്റെ മാത്രം അവകാശപ്പെടുന്ന ഒരു കാര്യമാണ്. ശരികളിൽ നിന്ന് മെച്ചപ്പെട്ട ശരികളിലേക്കുള്ള ഒരു പ്രയാണം. അതൊരിക്കലും മതം അങ്ങനെയല്ല, നേരെ മതം ഒരു സ്റ്റേറ്റിക് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതിനകത്ത് പുതിയതൊന്നും ഉണ്ടാവില്ല. പുതിയതുണ്ടാവില്ല എന്ന് പറയുമ്പോൾ ജഡസമാനമാണ്, അത് ഫോസിലൈസ്ഡ് ആണ്. പറയുന്നു ഒരാൾ പറയുന്നു 7-ാം നൂറ്റാണ്ടിൽ അല്ലെ 2000 വർഷത്തിന് മുമ്പ് അല്ലെങ്കിൽ 3000 വർഷത്തിന് മുമ്പ് അന്നുള്ളത്, അന്നത്തെ കണ്ടെത്തൽ, അന്നത്തെ തിരിച്ചറിവുകൾ അവിടെ വെച്ച് ഫോസിലൈസ് ചെയ്ത് ഫ്രീസ് ചെയ്ത് വെക്കുന്നു എന്നുള്ളത് ഒരു വലിയ അനീതിയല്ലേ, വലിയ അക്രമമല്ലേ? അപ്പോൾ ഇതിൽ ബേസിക്കലി ഒന്നാമത് പറയുന്ന മണ്ടത്തരം എന്ന് പറഞ്ഞാൽ സയൻസ് തെറ്റുപറ്റുന്നില്ല, ശരികളിൽ നിന്ന് കൂടുതൽ ശരികളിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ്. അത് ശരിയല്ല. അതിന് ഒരു സ്പെസിഫിക് എക്സാമ്പിൾ, ഇപ്പോൾ എർത്തിൻ്റെ പ്ലൂട്ടോൻ്റെ ഒക്കെ എക്സാമ്പിൾ വെച്ചിട്ടാണ് അത് ബേസിക്കലി പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് ശരി, പണ്ടും പറഞ്ഞ ശരി തന്നെയാണ്, പിന്നെ ഡെഫിനിഷിക്കലി മാത്രമാണ്, ഡെഫിനിഷൻ ബേസ് മാത്രമാണ് മാറുന്നത് എന്നൊക്കെ ഉള്ളതാണ്. അതേപോലെ എന്താണ് ഈ പറയുന്ന മോളിക്യൂള് കണ്ടെത്തി പിന്നെ ആറ്റം കണ്ടെത്തും, അല്ലെങ്കിൽ പിന്നെ ന്യൂക്ലിയസ് കണ്ടെത്തുമ്പോൾ, അല്ലെങ്കിൽ ന്യൂക്ലിയസ് കണ്ടെത്തി പിന്നെ കോഴ്സ് കണ്ടെത്തുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നില്ല, ആദ്യം പറഞ്ഞത് തെറ്റാന്ന് വരുന്നില്ല, പിന്നെ കുറച്ചുകൂടി കൂടുതൽ ശരികൾ അല്ലെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ അറിയുക മാത്രമാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒന്നാമത് പറഞ്ഞ മണ്ടത്തരം. അങ്ങനെയല്ല, അത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള എക്സാമ്പിൾ മാത്രം എടുക്കുമ്പോഴുള്ള പ്രശ്നമാണ്. ഉദാഹരണത്തിന് നമ്മൾ പണ്ട് കാലങ്ങളിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സ്പോണ്ടേനിയസ് ജനറേഷൻ, ലൈഫ് എന്ന് പറയുന്നത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് നോൺ ലിവിങ് മാറ്ററിൽ നിന്ന് വരുന്ന കാര്യമായിരുന്നു. അതല്ലെങ്കിൽ ഈ പറയുന്ന അരിച്ചാക്ക് വെച്ചാൽ അതിൽ പുഴുക്കൾ വരിക, അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അതിൽ മൈസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗ്രെയിൻസിൽ നിന്ന് ചുമ്മാ അങ്ങോട്ട് അതിൽ നിന്ന് കുറേ കാലം അത് പൂഴ്ത്തി വെച്ചാൽ അതിൽ നിന്ന് വരും, ഫംഗസ് ഇങ്ങനെ ഉണ്ടാകും എന്നൊക്കെ ആയിരുന്നു. അഥവാ അതൊക്കെ നോൺ ലിവിങ് ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് ലിവിങ് മാറ്റേഴ്സ് വരും എന്നുള്ളൊരു അന്ധവിശ്വാസം സയൻസിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ തെറ്റായൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് ശരികളിൽ നിന്ന് കൂടുതൽ ശരികളിലേക്ക് പോയതല്ല, അത് തെറ്റായിരുന്നു. പിന്നീട് അത് മാറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതേപോലെ ഏതറിനെ കുറിച്ചുള്ള വിശ്വാസം, അത് മുമ്പ് ഏതർ ഉണ്ടായിരുന്നു, ഈ ലൈറ്റ് സഞ്ചരിക്കുന്നത് ഏതറിലൂടെയാണ് എന്നുള്ളൊരു ഏതർ എന്നൊരു മീഡിയ ഉണ്ടായിരുന്നു എന്നും ഒക്കെയുള്ള വിശ്വാസങ്ങൾ മുമ്പുണ്ടായിരുന്നു. പിന്നീട് ഗവേഷണത്തിലൂടെ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നും ന്യൂട്ടൻ്റെ റിലേറ്റിവിറ്റി വന്നതിന് ശേഷം അത്തരം ഒരു ഏതറിൻ്റെ ആവശ്യമില്ല എന്നും ഒക്കെയുള്ള പുതിയ അല്ലെങ്കിൽ തെറ്റുമാറ്റി ശരികളിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ്. അതേപോലെ മനുഷ്യന് എന്താണ്, എനിക്ക് തോന്നുന്നു 1920 മുതൽ 1956 വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകളിൽ മനുഷ്യന് 48 ക്രോമസോണുകൾ ഉണ്ട് എന്നായിരുന്നു വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. അത് പിന്നീട് മാറ്റി 46 എന്നാക്കി എന്നുള്ളതാണ്. അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് യൂണിവേഴ്സ് സ്റ്റാറ്റിക് ആണ് എന്നും, യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുന്നില്ല, സ്റ്റാറ്റിക് ആണ് എന്നും, അത് എറ്റേണൽ ആണ് എന്നൊക്കെയുള്ള കുറേ വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. അതല്ല, അത് സ്റ്റാറ്റിക് അല്ല, അതിങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് പിന്നിലോട്ട് പോവുകയാണെങ്കിൽ അതിനൊരു ബിഗിനിങ്ങിലേക്ക് വരും എന്നൊക്കെയുള്ള കണ്ടുപിടുത്തങ്ങൾ പിന്നീടാണ് ഉണ്ടാവുന്നത്. അഥവാ തെറ്റുമാറ്റി സ്റ്റാറ്റിക് ആണ് എന്ന് പറയുന്നതും എക്സ്പാൻഡിങ് ചെയ്യുന്നു എന്ന് പറയുന്നതും ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, രണ്ടും ഒരേ സമയം ശരിയാവില്ല. അപ്പം ആ തെറ്റിൽ നിന്ന് പിന്നീട് ശരിയിലേക്കാണ് പോകുന്നത്. അതൊരു പ്രശ്നമായിട്ടല്ല പറയുന്നത്, മറിച്ച് തെറ്റൊന്നുമില്ല, കേവലം ഡെഫിനിഷൻ ചേഞ്ചസ് മാത്രമേ വരുന്നുള്ളൂ. പ്ലൂട്ടോന്റെ വിഷയത്തിൽ എന്താണ്, പ്ലൂട്ടോ മുമ്പ് അവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നു, അവിടെ ഡെഫിനിഷൻ ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. അതല്ലെങ്കിൽ ശരികളിൽ നിന്ന് കൂടുതൽ ശരിയില്ല, മോളിക്യൂൾ കണ്ടെത്തി പിന്നെ കുറച്ചുകൂടി കൂടുതലായിട്ട് മോളിക്യൂളിന്റെ അകത്തുള്ള അതിന്റെ കമ്പോണൻസ് കണ്ടെത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ നമ്മൾ തെറ്റും തിരുത്തിയിട്ടില്ല എന്ന രീതിയിൽ മണ്ടത്തരം പറഞ്ഞതുകൊണ്ട് പറഞ്ഞു ഇവിടെ തെറ്റ് തിരുത്തി എന്നുള്ളത്, അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തെറ്റായിരുന്നു പിന്നീട് ശരിയായി എന്നുള്ളത് ഇതൊന്നും ഒരു പ്രശ്നമാണ് എന്നല്ല പറയുന്നത്. ഈവൻ
ഈവൻ മൊത്തം പാരഡൈം തന്നെ ഷിഫ്റ്റ് ആയി എന്നുള്ളതാണ്. ഇപ്പോൾ ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ നിന്ന് റിലേറ്റിവിറ്റി തിയറിയിലേക്ക് പോകുമ്പോൾ അവിടെ പാരഡൈം തന്നെ ഷിഫ്റ്റ് ആവുന്നുണ്ട്. ഈ നമ്മളിവരെ മനസ്സിലാക്കിയതും ഗ്രാവിറ്റിയെ കുറിച്ച് നമ്മൾ ഇതുവരെ പഠിച്ചതും മനസ്സിലാക്കിയതും ഒക്കെ തെറ്റാണ്. പുതിയൊരു രീതിയിലാണ് കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് എന്നെല്ലാം ആ പാരഡൈം തന്നെയാണ് മാറുന്നത്. അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളും മാറുന്നുണ്ട്, പല തെറ്റായ വിശ്വാസങ്ങളും മാറുന്നുണ്ട്. അതൊരു പ്രശ്നമായിട്ടല്ല പറയുന്നത്, പക്ഷേ അങ്ങനെ സംഭവിക്കുന്നതല്ല. കൂടുതൽ ശരികൾ അല്ലെങ്കിൽ ശരിയിൽ നിന്ന് കൂടുതൽ ശരിയിലേക്ക് പോകുന്നുള്ളൂ, ഡെഫിനിഷനിൽ മാറ്റങ്ങൾ മാത്രമേ വരുന്നുള്ളൂ എന്നുള്ള അസംബന്ധം പറഞ്ഞതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനോടൊപ്പം മുമ്പിൽ പറയുന്ന കാര്യം, മതം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, മതം ഇങ്ങനെ മാറില്ല. മതം മാറില്ല എന്നതുകൊണ്ട് തന്നെ മതം ജഡസമാനമാണ്. ഇതും പൊട്ടത്തരമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മാത്തമാറ്റിക്സ് കുറേ കാലമായിട്ട് മാത്തമാറ്റിക്സിലുള്ള പല കാര്യങ്ങളും സെയിം. ഇപ്പോൾ 1+1=2 എന്നുള്ളത് മനുഷ്യരാശി ഉണ്ടായത് മുതൽ ഇപ്പോൾ വരെ നമ്മൾ അതേ കാര്യമാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊരു ജഡസമാനമാണ്, അതൊരു കൊള്ളൂല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, നാളെ മുതൽ 1+1=4 എന്ന് വിശ്വസിക്കുന്ന ബുദ്ധിയുള്ളവരും പറയാറില്ല. നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിക്കുന്നത്. അതെ, അത് നമ്മൾ എന്താണ് കുറേ കാലമായിട്ട് അങ്ങനെ സ്റ്റാറ്റിക് നമ്മൾ മാറാൻ പറ്റില്ല. സയൻസ് ഒക്കെ ഇങ്ങനെ ഇടക്കിടക്ക് മാറണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ചുമ്മാ അങ്ങോട്ട് മാറ്റാം എന്ന രീതിയിൽ ഇവിടെ ആരും മാറ്റാറില്ല. അതുകൊണ്ട് സ്റ്റാറ്റിക് ആണ് എന്നതും പ്രശ്നമല്ല. അത് ഓരോന്നിനും ഫീൽഡ് ഉണ്ട്, അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ സയൻസിൻ്റെ ലിമിറ്റേഷൻ ആണത്. മാത്തമാറ്റിക്സ് കുറച്ചുകൂടി എ പ്രയോറി റീസണിങ് ആകുമ്പോഴാണ് ഈ പറയുന്ന ഒബ്സർവേഷൻ ഡിപ്പെൻഡൻ്റ് അല്ലാണ്ടാവുമ്പോഴാണ്. കാരണം സയൻസ് ഒബ്സർവേഷൻ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ പുതിയ പുതിയ ഒബ്സർവേഷൻ അനുസരിച്ച് നമ്മുടെ ഹൈപ്പോത്തിസിസ് ഒക്കെ മാറ്റേണ്ടി വരും. പക്ഷേ മാത്തമാറ്റിക്സിൽ അതില്ല എന്നതുകൊണ്ടാണ്. അതിനർത്ഥം മാത്തമാറ്റിക്സ് ജഡസമാനമാണ്, അത് കൊള്ളൂല എന്നൊന്നും ബുദ്ധിയുള്ള ആരും പറയാറില്ല. പിന്നെ ഇതിൽ പറഞ്ഞ വേറൊരു കാര്യം എന്താണ്, പണ്ടത്തെ കാലഘട്ടത്തിൽ, അതായത് 7ാം നൂറ്റാണ്ടിലെയോ അതല്ലെങ്കിൽ 1500 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ കാഴ്ചപ്പാട്, അന്നത്തെ കാഴ്ചപ്പാട്, അന്നത്തെ ചിന്ത, അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു എന്നുള്ളത്. എഗെയിൻ ഈ വിമർശനം എന്താണ് സർക്കുലർ ഫാലസി, നമ്മൾ പറഞ്ഞതുപോലെ ബെഗിങ് ദ ക്വസ്റ്റ്യൻ ഫാലസിയാണ്. കാരണം ആരടുത്താണ് ഈ വിമർശനം നടത്തുന്നത്? അത് നിരീശ്വരവാദിയുടെ അടുത്താണ് വിമർശനം നടത്തുന്നതെങ്കിൽ, നിരീശ്വരവാദിയോടാണ് ഇത് പറയുന്നതെങ്കിൽ, നിരീശ്വരവാദി ഓൾറെഡി എന്ത് ചെയ്യുന്നില്ല, മതങ്ങളിൽ വിശ്വസിക്കുന്നില്ല. എന്നാൽ മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മതവിശ്വാസി വിശ്വസിക്കുന്നത് ആ പറയുന്ന 7ാം നൂറ്റാണ്ടിലെ കാലഘട്ടത്തിലുള്ള ആളുകളുടെ വിശ്വാസമോ കണ്ടുപിടുത്തമോ അല്ല മതഗ്രന്ഥങ്ങളിൽ ഉണ്ടാകുന്നത്, മറിച്ച് സർവ്വജ്ഞാനിയായ ഒരു ദൈവത്തിൽ നിന്നാണ്. അപ്പോൾ സർവ്വജ്ഞാനിയായ ഒരു ദൈവത്തിൽ നിന്നാണെങ്കിൽ സ്വാഭാവികമായും അത് പിന്നെ അപ്ഡേഷൻ നടക്കൂല, അപ്ഡേഷൻ ആവശ്യമില്ല. എക്സാക്ട്ലി, അത് കറക്റ്റാണ്. ഞാൻ പറഞ്ഞ 1+1 ഒരു ചേഞ്ചിന് വേണ്ടി ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതേപോലെ സർവ്വജ്ഞാനായ ദൈവത്തിൽ നിന്ന് വന്നതാണെങ്കിൽ പിന്നെ ഒരു ചേഞ്ചിന് വേണ്ടി ചേഞ്ച് ചെയ്യുന്നത് ശരിയല്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത് ആ കാലഘട്ടത്തിലെ അറിവിന്റെ പരിമിതി അതിനെ ബാധിക്കില്ല. സ്വാഭാവികമായും ഒരു ദൈവവിശ്വാസി അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഫോളോ ചെയ്യുന്നത്. അപ്പം ഒരു കാലഘട്ടത്തിലെ അറിവിന്റെ പരിമിതി എക്കാലഘട്ടത്തിലും ഫോളോ ചെയ്യണമെന്ന് ഒരു മതവിശ്വാസിയും പറയുന്നില്ല. അപ്പം മതവിശ്വാസിയോടാണ് ഇത് പറയുന്നതെങ്കിൽ മതവിശ്വാസി ഓൾറെഡി ഇത് ചെയ്യുന്നില്ല. അവിശ്വാസിയോടാണ് പറയുന്നതെങ്കിൽ അവിശ്വാസി എന്ത് ചെയ്യുന്നില്ല, അവൻ ഈ പറയുന്ന മതത്തിൽ വിശ്വസിക്കുന്നുമില്ല. അപ്പോൾ പിന്നെ ഈ രവിചന്ദ്രന്റെ വാദം അസ്ഥാനത്താണെന്നുള്ളൂ. കാരണം രവിചന്ദ്രൻ വിമർശിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന മതങ്ങളെ ഫോളോ ചെയ്യലാണെങ്കിൽ അതിന് മതങ്ങൾ തെറ്റാണെന്ന് ഓൾറെഡി അസ്യൂം ചെയ്യാൻ ചെയ്യുന്നത്. മതങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മതങ്ങളുടെ വിശ്വാസം എന്താ, ഇതൊക്കെ ദൈവത്തിൽ നിന്നാണെന്നുള്ളതാണ്. അപ്പം മതങ്ങൾ തെറ്റാണ്, ഇതൊക്കെ ദൈവത്തിൽ നിന്നല്ല, അതുകൊണ്ട് ഇത് പണ്ടത്തെ കാലഘട്ടത്തിന്റെ അറിവിന്റെ പരിമിതി അതിലുണ്ട്, അതുകൊണ്ട് ചേഞ്ച് ചെയ്യണം എന്നാണ് പറയുന്നത്. അങ്ങനെ ചേഞ്ച് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് മതങ്ങൾ തെറ്റാണ്. പക്ഷെ മതങ്ങൾ തെറ്റാണെന്ന് ഓൾറെഡി അസ്യൂം ചെയ്തതുകൊണ്ടാണ് ഈ കൺക്ലൂഷനിലേക്ക് വരുന്നത്, വിച്ച് ഇസ് സർക്കുലർ ഫാലസി ആണെന്ന് പറയുന്നത്. അപ്പോൾ ദാറ്റ്സ് ദ തിങ് വി ഹാവ് ടു മെൻഷൻ. പിന്നെ നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം. നമ്മൾ എസൻസ് ഒക്കെ വർക്ക് ചെയ്യുന്നത് ഒരു സയന്റിഫിക് ടെമ്പറമെന്റ് വർദ്ധിപ്പിക്കാനാണോ അതോ ഈശ്വരൻ ഇല്ല എന്ന് സ്ഥാപിച്ചെടുക്കാനാണോ? എന്താണ് നമ്മുടെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളത്? നമ്മൾ സയന്റിഫിക് ടെമ്പർ വർദ്ധിപ്പിക്കുക, ഹ്യൂമനിസം, റീഫോം, പരിഷ്കരണത്വര, ഇതൊക്കെ സമൂഹത്തിൽ വർദ്ധിപ്പിക്കുക എന്നുള്ള കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് എല്ലാവരുടെയും ബാധ്യതയാണ്, ജോലിയാണ്, താങ്കളുടെ എൻ്റെ ബാധ്യതയാണ്, കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ബാധ്യതയാണ്. നമ്മളത് ചെയ്യാൻ ശ്രമിക്കുന്നു. പിന്നെ ഈശ്വരൻ ഇല്ല എന്ന് തെളിയിക്കുക എന്നതുകൊണ്ട്, പക്ഷേ ഈശ്വരനില്ല, രക്ഷയില്ല, പ്രേതമില്ല, ചാത്തനില്ല എന്നൊക്കെ തെളിയിക്കാൻ ആർക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഞാൻ പുതിയൊരു സാധനം കൊണ്ട് തന്നെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇല്ലെന്ന് തെളിയിക്കാൻ പറ്റും. എന്നിട്ട് പറയുന്നത് യുക്തിക്ക് തെളിവിനതീതമാണ്, അതിനതീതമാണ്. അപ്പോൾ പിന്നെ തെളിവ് അത് നമ്മൾ അങ്ങനെ തെളിയിക്കലല്ല. ഈശ്വരനില്ല, പ്രേതമില്ല എന്ന് തെളിയിക്കലല്ല, നമുക്ക് അങ്ങനെ ഒരു ടാർഗറ്റ് നമുക്കില്ല. ഈശ്വരൻ എന്ന് പറഞ്ഞ എലമെന്റ് നമ്മുടെ റഡാറിൽ ഇല്ല നമ്മൾ പറയുന്നു. ബട്ട് മീൻ എന്റെ റഡാറിൽ ഈശ്വരൻ ഇല്ല, അതല്ലേ ഉദ്ദേശിക്കുന്നത്? അല്ല, അങ്ങനെ സംഗതി ഒരു ഈശ്വരൻ ഇല്ല എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ കാക്രിപൂക്രി ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞു നടക്കുന്ന കാര്യമുണ്ടോ? കാക്രിപൂക്രി ഇല്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും തെളിവുണ്ടോ? കൊണ്ടുപോകുന്ന കാര്യമില്ല. ഐ തിങ്ക് ഇറ്റ്സ് എന്താണ് പറയാ, ഒരു യൂസ്ലെസ് ആക്ടിവിറ്റിയാണ്. ഇല്ല എന്ന് തെളിയിക്കാൻ പറ്റില്ല. ഒരു കാര്യം ഇല്ലാത്ത ഒരു കാര്യം ഇല്ല എന്ന് ഒരിക്കലും തെളിയിക്കാൻ പറ്റില്ല. ഇല്ല എന്നുള്ളൊരു വിശ്വാസം ഒരു വിശ്വാസമല്ലേ? അങ്ങനെയാണെങ്കിൽ അതിപ്പോൾ പറയുന്ന നിരീശ്വരവാദം ഒരു മതമല്ലേ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. സ്റ്റാമ്പ് കളക്ട് ചെയ്യാതിരിക്കുന്ന ഒരു ഹോബി അല്ലേ എന്ന് ചോദിക്കാം. അല്ലേ, ടെന്നീസ് കളിക്കാതിരിക്കുന്ന ഒരു വ്യായാമം അല്ലേ എന്ന് ചോദിക്കാം. ഞാൻ ടെന്നീസ് കളിക്കുന്നില്ല, അതാണ് എന്റെ വ്യായാമം. അല്ല, അതിൽ ടെന്നീസ് കളിക്കുമ്പോൾ സംഭവിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതിന് നമ്മൾ കണ്ണുടച്ച് വെറുതെ ഒരു വാദത്തിന് വേണ്ടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. അങ്ങനെയല്ലോ, ടെന്നീസ് കളിക്കുമ്പോൾ പേശികൾക്ക് ചലനം ഉണ്ടാകുന്നു, ശ്വാസം കുറെ മണ്ടത്തരങ്ങളുടെ മാലപ്പടക്കമാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. അല്ല, ദൈവമില്ല എന്ന് തെളിയിക്കാൻ പറ്റില്ല എന്ന്, കാക്കിരിപൂക്കിരി ഇല്ലാന്ന് പിന്നെ ഞാൻ തെളിയിക്കണം, തെളിയിച്ചില്ലെങ്കിൽ അതാണ് പുള്ളി പറയുന്നത്. കാക്കിരിപൂക്കിരിയാണ് സംഗതി ഇല്ല, അതേപോലെ തന്നെയാണ് ദൈവമില്ല, അപ്പോൾ തെളിയിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതൊരു വിശ്വാസമല്ലെന്ന് ചോദിച്ചപ്പം പുള്ളി പറഞ്ഞത് ടെന്നീസ് കളിക്കാതിരിക്കലും
അല്ല, അതിന് മുമ്പ് ഒരു വലിയ മണ്ടത്തരം പറയുന്നുണ്ട്. അതായത് നമുക്കൊരു ഇല്ലാത്തൊരു കാര്യം ഇല്ല എന്ന് തെളിയിക്കാൻ പറ്റില്ല, പിന്നെ ഉള്ള കാര്യമാണോ ഇല്ല എന്ന് തെളിയിക്കാൻ പറ്റും എനിക്കറിയില്ല. അപ്പോൾ എന്താണെങ്കിലും ഇല്ലാത്തൊരു കാര്യം ഇല്ല എന്ന് തെളിയിക്കാൻ പറ്റില്ല എന്നുള്ളത് പ്രാഥമിക വിവരമില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് വട്ടത്തിലുള്ള ത്രികോണം അതില്ല, അത് എവിടെയും, അത് ലോകത്ത് എല്ലായിടത്തും പോയി ഒബ്സർവ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് പറയാൻ പറ്റും വട്ടത്തിലുള്ള ത്രികോണം എവിടെയും ഇല്ല എന്നുള്ളത്. എനിക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റും ഇല്ലാത്തൊരു കാര്യമാണ് വട്ടത്തിലുള്ള ത്രികോണം, അതില്ല എന്ന് എനിക്ക് തെളിയിക്കാൻ സാധിക്കും. അത് ബേസിക് ലോജിക് ഉപയോഗിച്ചാൽ മതി. മാത്രമല്ല ഈ സയൻസിനെ കുറിച്ചും വലിയ ധാരണയില്ലാത്തതുകൊണ്ടാണ് ഈ മണ്ടത്തരം പറയുന്നത്. ഇപ്പൊ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം നമുക്കറിയാം പെർപെച്വൽ മോഷൻ പോസിബിൾ അല്ല എന്നുള്ളത്. രവിചന്ദ്രന്റെ വീട്ടിൽ പെർപെച്വൽ മോഷൻ ഇല്ലാന്ന് എനിക്ക് ഇവിടുന്ന് പറയാൻ പറ്റും. പെർപെച്വൽ മോഷൻ ഇല്ല എന്നുള്ളത് എനിക്ക് ഇവിടുന്ന് തെളിയിക്കാൻ കഴിയും. കാരണം അത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ റിഫ്യൂട്ട് ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അതിനെ വയലേറ്റ് ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെ അവിടെ കൊണ്ട് തീരുന്നില്ല. ഇപ്പം നമ്മൾ യുറാനസ് കണ്ടെത്തിയ സമയത്ത്, യുറാനസിന്റെ ഓർബിറ്റ് കണ്ടെത്തിയ സമയത്ത് അത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തതുപോലെയല്ല യുറാനസ് ചലിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായി അവിടെ നമ്മൾ കരുതി ഓക്കെ യെസ് യുറാനസിന്റെ ഈ പറയുന്ന ചലനത്തെ സ്വാധീനിക്കുന്ന നമ്മൾ ഇതുവരെ ഒബ്സർവ് ചെയ്യാത്ത ഏതോ ഒരു പ്ലാനറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ പിന്നീട് ഗവേഷണം നടത്തി നമ്മൾ എന്ത് ചെയ്തു, നെപ്റ്റ്യൂൺ കണ്ടെത്തി നമുക്ക് മനസ്സിലായി യെസ് അതുകൊണ്ടാണ് യുറാനസിന്റെ ഓർബിറ്റിന്റെ ചലനം നമുക്ക് എന്ത് ചെയ്യുന്നത് മനസ്സിലാവാത്തത്, അല്ലെങ്കിൽ യുറാനസിന്റെ ഓർബിറ്റ് നമ്മൾ വിചാരിച്ചതുപോലെ അല്ലാതിരുന്നത് ഈ പറയുന്ന നെപ്റ്റ്യൂണിന്റെ ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ടാണ്, നെപ്റ്റ്യൂണിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡും അതിന്റെ ഇൻഫ്ലുവൻസസ് ഉള്ളതുകൊണ്ടാണ് ഈ പറയുന്ന ഓർബിറ്റ് ആദ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ നമ്മൾ നെപ്റ്റ്യൂൺ കണ്ടെത്തിയപ്പോൾ നെപ്റ്റ്യൂൺ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നെപ്റ്റ്യൂണിന്റെ മാസം കൂടിയും കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി യെസ് യുറാനസിന്റെ അല്ലെങ്കിൽ യുറാനസിന്റെ ഈ പറയുന്ന ഓർബിറ്റിൽ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തതുപോലെ തന്നെയാണ് വരുന്നത്. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതും ഈ പറയുന്ന ഒബ്സർവേഷനും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നെപ്റ്റ്യൂണിനെ പോലെ മറ്റൊരു പ്ലാനറ്റ് ഇല്ല. അത് ആദ്യം യുറാനസ് കണ്ടെത്തിയപ്പോൾ നമുക്കുണ്ടായിരുന്ന പ്രശ്നം യുറാനസിന്റെ ഈ പറയുന്ന ഓർബിറ്റ് നമ്മൾ വിചാരിച്ച പോലെയല്ല നടക്കുന്നത്. അപ്പോൾ വേറെ ഏതോ പ്ലാനറ്റിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് നമുക്ക് മനസ്സിലായി. അതുപോലൊരു പ്ലാനറ്റ് ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. എല്ലാം ഒബ്സർവ് ചെയ്യേണ്ട ആവശ്യമില്ല, ലോകത്തുള്ള എല്ലാ സ്ഥലവും ഒബ്സർവ് ചെയ്തിട്ട് പറയേണ്ട ആവശ്യമില്ല. യുറാനസിന്റെ ഈ പറയുന്ന നമുക്ക് അറിയാവുന്ന പ്ലാനറ്റുകളുടെ മാസും മറ്റു കാര്യങ്ങളും വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പം നമുക്ക് കിട്ടിയ യുറാനസിന്റെ ഓർബിറ്റും നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന യുറാനസിന്റെ ഓർബിറ്റും സെയിം ആണ് എന്ന് വരുമ്പോൾ, അല്ലെങ്കിൽ സിമിലർ ആണ് എന്ന് വരുമ്പോൾ, നെപ്റ്റ്യൂണിനെ പോലെ മാസീവ് ആയിട്ടുള്ള മറ്റൊരു പ്ലാനറ്റ്, നമ്മൾ ഒബ്സർവ് ചെയ്യാത്ത മറ്റൊരു പ്ലാനറ്റ് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഒബ്സർവ് ചെയ്തിട്ട് മനസ്സിലാക്കുന്ന, എല്ലായിടത്തും പോയി നോക്കിയിട്ട് മനസ്സിലാക്കുന്നതല്ല, മറിച്ച് അങ്ങനെ ഒരു പ്ലാനറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ഓർബിറ്റ് ഇങ്ങനെ ആയിരുന്നില്ല ഉണ്ടാവുക. പക്ഷെ ഓർബിറ്റിന് വേറെ രീതിയിൽ ഇൻഫ്ലുവൻസസ് ഒന്നും ഇല്ല എന്നതിൽ നിന്ന് അങ്ങനെ ഒരു പ്ലാനറ്റ് എവിടെയും നമ്മൾ ഒബ്സർവ് ചെയ്യാത്തതില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ ഇല്ല എന്ന് തെളിയിക്കുന്നതാണ്. അങ്ങനെ ഒരു പ്ലാനറ്റ് ഇല്ല എന്നുള്ളത് നമ്മൾ തെളിയിക്കുന്നതാണ്. ഇല്ലാത്തൊരു സാധനം ഇല്ല എന്ന് തെളിയിക്കാൻ കഴിയും. അത് ബേസിക് ആയിട്ട് സയൻസിൽ തുടർച്ചയായി എല്ലായിടത്തും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മൂപ്പർക്ക് ഇതിനെ കുറിച്ച് പ്രാഥമിക വിവരം ഇല്ലാത്തോട്ടുള്ള ഒരു പ്രശ്നമാണ്. എന്തായാലും പറയുന്നത് എന്താണ് കൊക്രപ്പിച്ചോ അതില്ല എന്ന് തെളിയിക്കണം. അപ്പം അതേപോലെയാണ് ദൈവം ഇല്ല എന്നുള്ളത്. ദൈവം ഉണ്ട് എന്ന തെളിവുകൾ നമ്മൾ നിരത്തുന്നുണ്ടല്ലോ. ദൈവമുള്ള തെളിവുകൾ നമ്മൾ ഒരുപാട് നിരത്തുന്നുണ്ട്. തൊടൂല. എപ്പം നോക്കിയാലും എന്താണ് ഇവർ മെയിനായിട്ട് പറയാ, എന്താണ് ദൈവം ടീപ്പോട്ട് പോലെയാണ്, മറ്റേത് പോലെയാണ്, മറിച്ചത് പോലെയാണ്. നമ്മൾ കൃത്യമായി ദൈവത്തിന്റെ തെളിവുകൾ പറയുന്നുണ്ട്. അതിനെ തൊടാൻ പോയിട്ട് മനസ്സിലാക്കണം. മുമ്പ് എനിക്ക് തോന്നുന്നു ഇടയ്ക്കോ ഫൈൻ ട്യൂണിംഗ് ഒക്കെ പ്രശ്നിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പാവത്തിന് എന്താണ് ഫൈൻ ട്യൂണിംഗ് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. തൊടാൻ പറ്റാത്തതുകൊണ്ടാണ് ജബ്ബാർ മാഷ് ഞാൻ നിരീശ്വരവാദിയല്ല നിരല്ലാഹുവാദി നമ്മുടെ ചർച്ച. അപ്പോൾ ഇവർക്ക് അതിനുള്ള ധൈര്യമോ അതിനുള്ള കഴിവോ ഇല്ല എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞ ആ വാദം പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള കഴിവ് പോലെ അവർക്കില്ല. കണ്ടീജൻസി ആണെങ്കിലും കലാമാണെങ്കിലും അതേപോലെ ഫൈൻ ട്യൂണിംഗ് ആർഗ്യുമെന്റ് ആണെങ്കിലും അബയോജനസിസ് ആണെങ്കിലും സൈക്കോ ഫിസിക്കൽ ഹാർമണി ആണെങ്കിലും ആന്ത്രോപിക് ആർഗ്യുമെന്റ് ആണെങ്കിലും എന്ന് തുടങ്ങി നിരവധി ആർഗ്യുമെന്റ്, നോമോളജിക്കൽ ആർഗ്യുമെന്റ് ആണെങ്കിലും എന്ന് തുടങ്ങി നിരവധി ആർഗ്യുകൾ നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിനൊന്നും തൊടാതെയാണ് ഈ പറയുന്ന കണ്ടില്ല എന്നടിക്കാം. മറുപടി പറഞ്ഞിട്ട് നിൽക്കല്ല, കണ്ടില്ല, അത് നമ്മൾ ആരും കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അതായത് ദൈവത്തിന്റെ തെളിവുകൾ കൃത്യമായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. ആ തെളിവുകൾ നമ്മൾ നൽകുകയും ചെയ്താണ്. അതിനുശേഷം അദ്ദേഹം പറയണത്, അപ്പോൾ ഈ ആങ്കർ ചോദിക്കുന്നുണ്ട്, പിന്നെ ലൈക്ക് നിങ്ങളുടെ ദൈവം ഇല്ല എന്നുള്ളത് ഒരു വിശ്വാസമല്ലേ? അത് ശരിയാണ്, ഒരിക്കലും തെളിയിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് അദ്ദേഹം പറഞ്ഞു. ആ തെളിവില്ലായ്മയാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. പിന്നെ എനിക്കൊന്ന് റിച്ചാർഡ് ഡോക്കിൻസ് ആണ് ഇത് പറഞ്ഞെന്ന് തോന്നുന്നു ആദ്യമായിട്ട്. ആ ബുക്ക് മലയാളത്തിലേക്കാക്കിയിട്ടാണ് ഈ രവിചന്ദ്രൻ ഈ ആശയം കൊടുക്കുന്നത്, തെളിവില്ലായ്മ എന്നുള്ള. അപ്പോൾ ഒരിക്കലും തെളിയിക്കാൻ പറ്റാത്ത ദൈവമില്ലായ്മയിലാണ് ഇവർ വിശ്വസിക്കുന്നത്. അപ്പോൾ ആങ്കർ ചോദിക്കുന്നുണ്ട് അതും ഒരു വിശ്വാസമല്ല എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടിയാണ് രസകരം. ടെന്നീസ് സ്റ്റാമ്പ് കളക്ട് ചെയ്യാതിരിക്കലും ഒരു ഹോബിയാണ്. അതെ, സ്റ്റാമ്പ് പല വിവരക്കേടുകളാണ് പറയാനുള്ളത്. സ്റ്റാമ്പ് കളിക്കാതിരിക്കുന്നത് ഒരു ഹോബിയാണല്ലോ, അല്ലല്ലോ. അതേപോലെ സ്റ്റാമ്പ് കളക്ട് ചെയ്യാതിരിക്കുന്നത് ഒരു ഹോബി അല്ലല്ലോ. അതേപോലെ ടെന്നീസ് കളിക്കാതിരിക്കൽ ഒരു വ്യായാമമല്ലല്ലോ. അതേപോലെയാണ് ഇത് എന്നുള്ളത്. ഇത് ശുദ്ധ ലൈക്ക്
ഇവർക്ക് കുറെ റെട്ടറിക്കുകളുണ്ട്. ഇപ്പൊ പണ്ട് കേട്ട് കേട്ട് മടുത്തൊരു സാധനമാണ് മറ്റേ സാധനം, മറ്റേ ദൈവവിശ്വാസികൾ 99% ദൈവങ്ങളെയും വിമർശിക്കുന്നു അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്നു. നമ്മൾ അതും കൂടി ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ 100%. ലൈക്ക് അതുകൊണ്ട് എന്താണ് ഒരു ഉദ്ദേശിക്കുന്ന പോയിന്റ് എന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. അതൊരു മിസ്റ്ററിയാണ്. അപ്പോൾ നമ്മൾ പിന്നെ അതിന് മറ്റേ റെസ്പോണ്ടാ കൊടുക്കാറില്ല. അതായത് എന്താണ്, ഞാൻ 99% പുരുഷന്മാരും എന്റെ തന്തയല്ല എന്ന് പറയുന്നു, എന്നിട്ട് ഒരു പുരുഷൻ മാത്രം എന്റെ തന്തയാന്ന് പറയുന്നു. നിങ്ങൾ അതും കൂടി ഉപേക്ഷിച്ചിട്ട് തന്തയില്ലാത്തവനായി മാറുന്നു എന്നുള്ളത്. അപ്പോൾ ലൈക്ക് again, I am not very fond of that response. Like, പക്ഷെ ഈ മണ്ടത്തരത്തിന്റെ അത് മതി. അപ്പൊ അതാണ് ആ വിഷയത്തിൽ വരുന്നത് എന്നുള്ളതാണ്. അപ്പം ഇതേപോലെ ഇവരുപയോഗിക്കുന്ന ഒരു റെട്രിക്കാണ് ഈ പറയുന്ന സ്റ്റാമ്പ് കളക്ഷൻ എന്നുള്ളത്. ലേശം പൊട്ടിക്ക് ബുദ്ധി ഉപയോഗിച്ചാൽ ഇത് മണ്ടത്തരാന്ന് മനസ്സിലാവും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പറയാറുണ്ട് മഴ പെയ്യുന്നില്ല. ഇപ്പൊ ടെമ്പറേച്ചറിന്റെ വിഷയം നമ്മൾ പറയാറുണ്ട്. ആ വെള്ളത്തിന് ചൂടുണ്ട്, അതതിന്റെ ടെമ്പറേച്ചറാണ്. ആ വെള്ളത്തിന് ചൂടില്ല എന്ന് പറയുന്നതും അതിന്റെ ടെമ്പറേച്ചറാണ്. രണ്ടും ടെമ്പറേച്ചറാണ്. കാരണം ടെമ്പറേച്ചറിന്റെ ഡെഫിനിഷൻ നോക്കുമ്പോൾ മനസ്സിലാവും ഒരു വസ്തുവിന്റെ താപനില എത്രയാന്നുള്ളതാണ്. അത് ചൂടാണെങ്കിലും ചൂടല്ലെങ്കിലും അതിന്റെ താപനിലയാണ്. ഇപ്പൊ വെതർ കണ്ടീഷൻ, മഴ പെയ്യുന്നു എന്നതും മഴ പെയ്യുന്നില്ല എന്നതും വെതർ കണ്ടീഷനാണ്. ഓക്കെ, ഇനി ഇതേപോലെ എന്താണ് വ്യായാമം എന്നൊന്ന് പഠിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെ ഉള്ളൂ. വ്യായാമം എന്ന് പറയുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റി ടു അച്ചീവ് ഫിറ്റ്നസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന എന്താണ് ഫിസിക്കൽ ആക്ടിവിറ്റി. ഓക്കെ, ശരീരം ഉപയോഗിച്ചുകൊണ്ട് ശരീരം അനക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. അതെന്തിനു വേണ്ടിയിട്ട്? ഫിറ്റ്നസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടെന്നീസ് കളിക്കുന്നത് അത് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ആണോ? അതെയാണ്. അത് ഫിറ്റ്നസിന് വേണ്ടിയാണോ? അതെയാണ്. അതുകൊണ്ടാണ് അത് വ്യായാമമാവുന്നത്. ടെന്നീസ് കളിക്കാതിരിക്കുന്നത് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ആണോ? അല്ല. അത് ഫിറ്റ്നസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അല്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അത് വ്യായാമമായി മാറാത്തത്. സോ ഈ ബേസിക് ഡെഫിനിഷൻ എന്താണെന്ന് പഠിച്ചാൽ തീരാവുന്ന പ്രശ്നമാണ്. ഇവിടെയാണ് ബിലീഫ് എന്താണെന്നുള്ളതിനെ കുറിച്ച് പ്രാഥമിക വിവരം ഉണ്ടാവണം. ബിലീഫ് എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റിംഗ് എ പ്രപ്പോസിഷൻ ആസ് ട്രൂ. ഒരു പ്രപ്പോസിഷൻ ശരിയാണ് എന്ന് അംഗീകരിക്കലാണ് വിശ്വാസം. അതാണ് വിശ്വാസം എന്ന് പറയാം, ബിലീഫ് എന്ന് പറയാം. ഇപ്പൊ ഉദാഹരണത്തിന് ദൈവമുണ്ട് എന്നതൊരു പ്രപ്പോസിഷനാണ്, ഒരു പ്രസ്താവനയാണ്. ഈ പ്രസ്താവന ശരിയാണ് എന്ന് വിശ്വസിക്കലാണ് വിശ്വാസം. ഇല്ല എന്നുള്ളത് ദൈവം ഇല്ല എന്നതൊരു പ്രസ്താവനയാണ്. ആ പ്രസ്താവന ശരിയാണെന്ന് അംഗീകരിക്കലാണ് വിശ്വാസം. അപ്പൊ അതും വിശ്വാസമാണ്. അതേപോലെ ദൈവത്തിന് തെളിവില്ല എന്നതും ഒരു പ്രസ്താവനയാണ്. ആ പ്രസ്താവന ശരിയാണെന്ന് ശരിയാണെന്ന് അംഗീകരിക്കലാണ് വിശ്വാസം. ഒരു ഏത് പ്രസ്താവനയും ശരിയാണ് എന്ന് അംഗീകരിക്കലാണ് വിശ്വാസം. അപ്പം ദൈവം ഉണ്ട് എന്നുള്ളത് ഒരു പ്രസ്താവനയാണ് എന്നതുപോലെ തന്നെ ദൈവം ഇല്ല എന്നുള്ളത് ഒരു പ്രസ്താവനയാണ്. ദൈവം ഇല്ല എന്നതിന് തെളിവില്ല എന്നതൊരു പ്രസ്താവനയാണ്. ഈ പ്രസ്താവന ശരിയാണ്, ഇതിൽ ഏത് പ്രസ്താവന ശരിയാണെന്ന് അംഗീകരിച്ചാലും ഈ പറയുന്ന വിശ്വാസത്തിന്റെ ഡെഫിനിഷൻ പ്രകാരം അതൊക്കെ വിശ്വാസമാണ്. അത് ഫ്ലാറ്റ് എർത്ത് വിശ്വസിക്കുന്ന ഒരു വിശ്വാസമാണ്, സ്ഫെരിക്കൽ എർത്തിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസമാണ്. കാരണം ഭൂമിയുടെ ഷേപ്പ് സ്ഫെരിക്കൽ ആണ് എന്നതൊരു പ്രസ്താവനയാണ്. ആ പ്രസ്താവന ശരിയാണെന്ന് പറയലും വിശ്വാസമാണ്. അഫ്കോഴ്സ് എല്ലാ വിശ്വാസങ്ങളും ശരിയാവില്ല. ചില വിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങളായിരിക്കും. നിരീശ്വരവാദം ഒരു അന്ധവിശ്വാസമാണ്. ദൈവവിശ്വാസം തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസമാണ്. അതാണ് വ്യത്യാസം. അതെ, ഇത് രണ്ടും എല്ലാം വിശ്വാസമാണ്. അതിൽ തെളിവുണ്ടോ ഇല്ല എന്നാണ്. ദൈവം ഉണ്ട് എന്നുള്ള വിശ്വാസമാണ്, ദൈവം ഇല്ല എന്നുള്ള വിശ്വാസമാണ്. പക്ഷേ ഏതാണ് തെളിവിന്റെ പിൻബലം? ഏതാണ് ജസ്റ്റിഫൈഡ്, ഏതാണ് തെളിവുകളുടെ പിൻബലമുള്ളത്, ഏതാണ് എവിഡൻസ് ജസ്റ്റിഫൈഡ് ട്രൂ നോളജ് ഇതിലാണുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഫ്ലാറ്റ് എർത്ത് ഒരു വിശ്വാസമാണ്, സ്ഫെരിക്കൽ എർത്ത് വ്യത്യാസമാണ്. സ്ഫെരിക്കൽ എർത്ത് തെളിവുകളുള്ള വിശ്വാസമാണ്, ഫ്ലാറ്റ് എർത്ത് തെളിവില്ലാത്ത വിശ്വാസമാണ്. ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന നോളജ് ഇല്ല. നോളജ് ഇല്ല. ഇത് തന്നെയാണ് നിരീശ്വരവാദത്തിനെ വിശ്വാസം. നിരീശ്വരവാദവും ഒരു പ്രപ്പോസിഷൻ ട്രൂ ആണെന്ന് പറയലാണ്. പ്രപ്പോസിഷൻ ട്രൂ ആണെന്ന് പറയുന്നതാണ് ബൈ ഡെഫിനേഷൻ. ഇപ്പൊ ഞാൻ അത് ട്രയാങ്കിൾ ആണെന്ന് ഞാൻ സമ്മതിക്കും, പക്ഷേ അത് 4 സൈഡുള്ള പോളിഗൺ ആണ്, 3 സൈഡുള്ള പോളിഗൺ ആണെന്ന് ഞാൻ അംഗീകരിക്കും. പക്ഷെ ട്രയാങ്കിൾ ഞാൻ അംഗീകരിക്കില്ല എന്ന് പറയുന്നത് മണ്ടത്തരമാണ്. കാരണം പോളിഗൺ എന്ന് 3 സൈഡുള്ള പോളിഗണെയാണ് നമ്മൾ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. ഒരു പ്രപ്പോസിഷൻ ട്രൂ ആണ് എന്ന് കരുതുന്നത് തന്നെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. അതാണ് എന്താണ് ഡിക്ഷണറിയിലെ വിശ്വാസത്തിന് അല്ലെങ്കിൽ ബിലീഫിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ദൈവം ഇല്ല എന്നുള്ള പ്രപ്പോസിഷൻ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ട്. ദാറ്റ്സ് വാട്ട് ബിലീഫ് ഈസ്. ദ പ്രോബ്ലം ഈസ് നിങ്ങളുടെ ബിലീഫിന് തെളിവില്ല, നമ്മുടെ ബിലീഫിന് തെളിവുണ്ട്. അതാണ് വ്യത്യാസം. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരിക്കലും തെളിയിക്കാൻ പറ്റാത്തൊരു സംഗതിയിലാണ് ഇദ്ദേഹം വിശ്വസിക്കുന്നത്. ഏറ്റവും വലിയ അന്ധവിശ്വാസിയാണ് ഇദ്ദേഹം എന്നാണ് പറയാനുള്ളത്. എനിക്ക് മനസ്സിലായി ദർശനം. അദ്ദേഹം ഒന്നാമത് സയൻസ് എന്താണെന്ന് അറിയില്ല, സയൻസ് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് അറിയില്ല, മതം എന്താണെന്ന് അറിയില്ല, മതത്തിന്റെ ബേസ് അറിയില്ല, ഒരു എക്സാമ്പിൾ പോലും നേരാവണ്ണം പറയാൻ അദ്ദേഹത്തിന് അറിയില്ല, ഒരു ഡെഫിനിഷൻ അറിയില്ല. അദ്ദേഹം എന്ത് കണ്ടാണ് ഇവരെ കൺകണ്ട ദൈവമായെന്ന് എനിക്കറിയില്ല. തീർച്ചയായും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.